Hello everyone, നമ്മൾ ഇനി നോക്കുന്നത് പൈത്തൺ ഇൻസ്റ്റാളേഷൻ ആണ്. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആവശ്യമുള്ള ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് നമ്മൾ പൈത്തൺ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ പൈത്തൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ പൈത്തൺ ചെയ്യാൻ നമുക്കൊരു IDE, അതായത് നമുക്ക് ആ ഒരു എൻവയോൺമെന്റ് വേണം അല്ലെ, പ്രോഗ്രാം ഒക്കെ എഴുതി കൊടുക്കാൻ ഒരു എൻവയോൺമെന്റ് വേണം. അപ്പൊ ആ ഒരു എൻവയോൺമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പൈച്ചാം എന്നുള്ളത്. പൈച്ചാം തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന പൈച്ചാം എന്ന് പറഞ്ഞ ഒരു IDE ആണ്. അപ്പൊ അതിന്റെ മോർ ഡീറ്റെയിൽസ് ഒക്കെ മുന്നോട്ട് വരുന്ന സമയത്ത് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പം പൈത്തണിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ, ഐ മീൻ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പറയുന്നതിനെ കുറിച്ച് മുന്നേ എന്താണ് പൈത്തൺ, അതിന്റെ ഒരു വെബ്സൈറ്റിലേക്ക് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. www.python.org ഇതാണ് വെബ്സൈറ്റ്. അതിലേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡൗൺലോഡ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ ആയിരിക്കും അവിടെ ഡൗൺലോഡ്സിൽ കിടക്കുന്നത് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കില്ല. ഓക്കെ, അത് മാറി മാറി വരും. 3.10.4 ആണ് ഇപ്പൊ കിടക്കുന്ന ലേറ്റസ്റ്റ് വേർഷൻ. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ വിത്തിൻ 1 വീക്കിനൊക്കെ അത് വേർഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പം അതനുസരിച്ച് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്ഗ്രേഡ് ചെയ്യേണ്ട അവസരം വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 2 വേർഷൻ ആണുള്ളത് പൈത്തൺ, 2 വേർഷനും 3 വേർഷനും. ഓക്കെ, ഈ 2 വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് സ്റ്റാറ്റസ് എപ്പോഴും നോക്കുകയാണെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് ആണ് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു, അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ 3 വേർഷൻ വരുമ്പോൾ 3.5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 വരെ ഇപ്പൊ ആയിട്ടുണ്ട്. ഓക്കെ, അതില് 3.7 സെക്യൂരിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. മെയിൻ്റനൻസ് സ്റ്റാറ്റസ് 3.8 സെക്യൂരിറ്റി ലെവലിലാണ് പറയുന്നത്. ഇനി 3.9, 3.10 ബഗ് ഫിക്സ് ആണ് മെയിൻ്റനൻസ് സ്റ്റാറ്റസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഗ് ഫിക്സ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, എന്താ എറേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ലൈബ്രറീസ് പലതും നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, നമ്മൾ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ പല കാര്യങ്ങളും ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് 3.9 3.10 വേർഷനുള്ള പൈത്തണാണ് നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ എന്താണ് അത് നമുക്ക് കിട്ടാൻ, അതിനകത്തെ പല ഫീച്ചേഴ്സും നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ബഗ് ഫിക്സ് എന്നുള്ള രീതിയിൽ ഇത് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ലേ, ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് വെച്ചാൽ പറ്റും, പക്ഷെ അതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും സെക്യൂരിറ്റി ലെവലിൽ നിൽക്കുന്ന വേർഷൻസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് 3.8 എടുക്കാം, 3.7 എടുക്കാം, ഏത് വേണേലും എടുക്കാം. അപ്പൊ ഞാൻ 3.8 ആണ് എടുക്കുന്നത്. 3.8 തന്നെ പല വേർഷൻസ് ഉണ്ട്. 3.8.0, 1, 2, 3, 4 അങ്ങനെ 13, 14 അങ്ങനെ ഇഷ്ടംപോലെ വേർഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള വേർഷൻസ് എടുക്കാം. ഓക്കെ, അതെങ്ങനെ എടുക്കുന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അതിന് പൈത്തൺ 3.8 ഡൗൺലോഡ് ഞാൻ കൊടുക്കുന്നു. പൈത്തൺ റിലീസ് 3.8 ആണ് ഞാനിപ്പോ എടുക്കുന്നത്. ഓക്കെ, അതിനകത്ത് പൈത്തൺ 3.8.0 ആണ് എടുക്കുന്നത്. 3.8.7 വേർഷനും എടുക്കാം. ഇതിലിപ്പോ മാക് യൂസ് ചെയ്യുന്നവർ മാക് 64-bit ഇൻസ്റ്റാളർ ഇത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 64-bit ആണോ നിങ്ങളുടെ സിസ്റ്റം എന്നുള്ളത് ചെക്ക് ചെയ്യുക. 64-bit ആണെന്നുണ്ടെങ്കിൽ വിൻഡോസ് x86 64 എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ യൂസ് ചെയ്യുക. അതല്ല നിങ്ങളുടെ 32-bit സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, x86 എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ലിനക്സ് സിസ്റ്റത്തിൽ ഓൾറെഡി പൈത്തൺ കാണും, അത് അപ്ഗ്രേഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഈ x86 64 എക്സിക്യൂട്ടബിൾ ഇൻസ്റ്റാളർ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇനി അത് ഡൗൺലോഡ് ആവേണ്ട സമയത്ത് അത് ഡൗൺലോഡ് ആയിക്കോളും. ആ ഡൗൺലോഡ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ പൈച്ചാമാണ് നെക്സ്റ്റ്. ആ ഒരു ഡൗൺലോഡ് ആവുന്ന സമയത്ത്, അത് കംപ്ലീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ടേക്ക് പൈച്ചാമിന് ഡൗൺലോഡ് ചെയ്യാൻ പോവാണ് ഞാൻ. അപ്പൊ ഈ പൈത്തൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ എഴുതാവുന്ന ഒരു തേർഡ് പാർട്ടി IDE എൻവയോൺമെന്റ് ആണ്. നമ്മൾ ഇനി പൈത്തൺ ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഡൗൺലോഡ് കൊടുക്കുന്നു. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, പ്രൊഫഷണലും ഉണ്ട്, കമ്മ്യൂണിറ്റിയും ഉണ്ട്. ഞാനിവിടെ കമ്മ്യൂണിറ്റിയാണ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാം, യൂസ് ചെയ്യാം. പ്രൊഫഷണൽ ആണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് പൈസ ചോദിക്കും, അതായത് ഫ്രീ ട്രയൽ 30 days ഉള്ളൂ. ഓക്കെ, അപ്പൊ അതും നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൈത്തൺ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈത്തണും പൈത്തണും ഇപ്പൊ 2 ഫയൽ നമ്മൾ exe ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ, അത് രണ്ടും നമ്മളിനി റൺ ചെയ്യാൻ പോവാണ്. റണ്ണ്. ഓക്കെ, പൈത്തൺ ഞാൻ ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്.
സോ ഡബിൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പൈത്തന്റെ exe ഫയൽ താഴെ കിടപ്പുണ്ടല്ലോ, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സോ അതിൽ താഴെ ആഡ് പൈത്തൺ 3.8 ടു പൈത്തൺ എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഇൻസ്റ്റാൾ നൗ കൊടുക്കുക, എസ് കൊടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം അത് ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, അപ്പൊ സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ. അപ്പൊ നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ cmd എടുക്കുക, കമാൻഡ് പ്രോംപ്റ്റ് പോയിട്ട് നമ്മൾ വേർഷൻ ചെക്ക് ചെയ്യാൻ, നമ്മൾ ഇൻസ്റ്റാൾ ആയോ ഇല്ലയോ എന്നുള്ളത് അറിയാനായിട്ട്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈത്തൺ സ്പേസ് -- വേർഷൻ എന്നടിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ വേർഷന് നമ്മുടെ പൈത്തൺ ഇവിടെ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, പൈത്തൺ അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ആക്കും. Done. 2 തവണ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് 2 തവണ ചോദിച്ചേട്ടോ. അത് കഴിഞ്ഞ ശേഷം do you want to allow this app to make changes to your device? Yes. Next create associate.py കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഇത്ര ടൈം എടുക്കും. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫിനിഷ് അടിച്ച് പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, പൈസാം അടിച്ച് അങ്ങ് പോവുക. അപ്പൊ നമ്മളുടെ പൈച്ചാമ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് റൺ പൈച്ചാം കമ്മ്യൂണിറ്റി ഞാൻ കൊടുക്കുകയാണ്, അതായത് റൺ ചെയ്ത് വരാണ്. ജസ്റ്റ് ആദ്യം കാണിക്കാൻ വേണ്ടി ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇപ്പം നമ്മുടെ പൈച്ചാം ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് കാണിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഇമ്പോർട്ട് പൈച്ചം സെറ്റിംഗ്സ്. അതിനകത്ത് കോൺഫിഗ് ഓർ ഇൻസ്റ്റാളേഷൻ ഡയറക്ടറി ഒന്നും വേണ്ട, ഡു നോട്ട് ഇമ്പോർട്ട് അങ്ങ് കൊടുത്തോളൂ കേട്ടോ. പ്രത്യേകിച്ച് നമുക്കൊന്നും കൊടുക്കാനില്ല. അപ്പൊ ഇത്ര ടൈം എടുക്കും, ഫസ്റ്റ് ടൈം ഒന്ന് റൺ ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പൊ പിന്നെ വരുന്നത് ഇതാണ്, വെൽക്കം ടു പൈച്ചാം. സോ ഇതിനകത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ നമ്മൾ ഇൻമേക്സ് പ്രോഗ്രാമേഴ്സ് നമ്മൾക്ക് അതിനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തായിരിക്കണം നിങ്ങളുടെ കംപ്ലീറ്റ് പ്രോഗ്രാംസ് എഴുതണം. ഞാനിവിടെ ഇൻമേക്സ് _പ്രോഗ്രാംസ് കൊടുക്കുന്നു. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സിക്കകത്ത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ലൊക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ okay, environment directory Indian. Just click here, create. Okay, and type ചെയ്തപ്പോൾ പ്രശ്നം വന്നു. ഓക്കെ, സോ നമ്മുടെ പൈച്ചാം ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പൈച്ചാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ടിപ്പ് ഓഫ് ദ ഡേ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്, ഇതെങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യമേ ഇത് ക്രിയേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് വെർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ ആയിരിക്കണം എല്ലാം ചെയ്യേണ്ടത്. ആദ്യം ഇപ്പൊ കാണിച്ച പോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൈസാം കംപ്ലീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫയൽ ഓപ്പൺ കൊടുത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോൾഡർ സെലക്ട് ചെയ്ത് അത് അതിനകത്ത് ചെയ്യാൻ ശ്രമിക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, ഓൺ ടോപ്പിൽ ഇൻമേക്സ് _പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ main.py നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പൈസാം റൺ ചെയ്യുന്ന ഒരു പേജാണ്, അത് നിങ്ങൾ നോക്കിയേ വേണ്ട. ഓക്കെ, ഇതിനകത്ത് ഇനിയും കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രോഗ്രാംസ് എഴുതേണ്ടത്, എങ്ങനെയാണ് ഫയൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇൻമേക്സിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആ മെയിൻ ഫോൾഡറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് കണ്ടോ ഫയല്, ഡയറക്ടറി, പൈത്തൺ പാക്കേജ്, പൈത്തൺ ഫയൽ, HTML ഫയൽ, അങ്ങനെ കുറെ ഉണ്ട്. നിങ്ങൾ പൈത്തൺ ഫയലാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ ബേസിക്സ് എന്നുള്ളത് കൊടുക്കുന്നു, ബേസിക്സ് കൊടുക്കുന്നു. എന്നിട്ട് .py ഒന്നും കൊടുക്കണ്ട, നമ്മൾ കൊടുത്തത് ഓർക്കുന്നുണ്ട് ഒരു ടിക്ക്, അതുകൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ദ എന്റർ. ഓക്കെ, എന്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
സോ ഇപ്പൊ നമുക്ക് basics.py എന്ന് പറഞ്ഞ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം inmakes_programs നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോൾഡർ നെയിം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓരോ തവണ ചെയ്യുന്ന പ്രോഗ്രാമും ഇപ്പൊ if ആണെങ്കിൽ if_ പ്രോഗ്രാം നമ്പർ അല്ലെങ്കിൽ അങ്ങനെ പ്രോപ്പർ നെയിം കൊടുത്ത ഓരോ പ്രോഗ്രാമിനും കൊടുത്തു പോകണം കേട്ടോ. അതൊരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതൊരു ഇൻസ്റ്റാളേഷൻ ഭാഗമായിട്ട് മാത്രം വിചാരിച്ചാൽ മതി ഈ ഒരു കോഡ്. ഇതിന്റെ മോർ ഡീറ്റെയിൽസ് പൈച്ചാമിന്റെ ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു ക്ലാസ് തരുന്നുണ്ട്. ഓക്കെ, ഫൈൻ.